ഗായ്സ് എന്തൊക്കെയുണ്ട്. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കുറേ പേർക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മളൊരു കോഴിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഫാമിലേക്ക് കുറേ കോഴികളെ ഇടണം എന്നുണ്ട്. ആ ഒരു ഫാമിലേക്ക് നമുക്ക് കോഴിക്കൂടിൻ്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കോഴിക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ഇവിടെ ഒരു റവീൻ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഒരു കോഴിക്കൂട് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബാരലാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ബാരൽ എടുത്തിട്ട് തിരിച്ചു വെക്കണം. ആ തുറക്കണ ഭാഗം ഉണ്ടല്ലോ, അത് മണ്ടയിലോട്ട് വരണം, നിൽക്കണം മാതിരി ഇതുപോലെ വെക്കണം. അപ്പോൾ 3 സ്പേസ് ഇട്ടിട്ട് 4ാമത്തെ ബ്ലോക്കിൽ വെക്കണം. അങ്ങനെ 4 സൈഡിലായിട്ട് ഒരു സ്ക്വയറായിട്ട് സെറ്റാക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഇതുപോലെ നമ്മൾ വെക്കണം. അതാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് പരിപാടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടയിലോട്ട് ഇത് വെക്കണം. ഹൈ ആക്കിയിട്ട് എത്ര ബ്ലോക്കാണ്, 2 ബ്ലോക്ക് ഹൈയിൽ ലോഗ് വെക്കണം. അപ്പോൾ ഇഷ്ടമുള്ള ബ്ലോക്ക് വെക്കാം. ഞാൻ ഇവിടെ നമ്മുടെ സാധാ ഓക്കിൻ്റെ ലോഗ് ഉണ്ടല്ലോ, അതാട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മണ്ടയിൽ 2 ബ്ലോക്ക് ഹൈയിൽ വെക്കണം. ആദ്യം ഇങ്ങനെയൊക്കെ വരും. അത് നമ്മൾ മറ്റേ ഇരുന്നിട്ട് വെക്കൂലേ, അങ്ങനെ വെക്കണം. അതിന് പെട്ടെന്ന് എന്താ പറയുക, മറന്ന കേസാ. അപ്പം നമ്മൾ അങ്ങനെയാണ് വെക്കേണ്ടത്. അതാകുമ്പോൾ തുറന്നൊന്നും വരത്തില്ല. അപ്പോൾ 2 ബ്ലോക്ക് ഹൈയിൽ വെക്കണം. ഞാൻ ആദ്യം 3 ബ്ലോക്ക് ഹൈ വെച്ചു. അപ്പോൾ ഭയങ്കര എന്തോ പോലെ ഉണ്ടായിരുന്നു. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇച്ചിരി മതി കേസ്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, ഒരു 2 ബ്ലോക്ക് ഹൈ മതി. നിങ്ങളിതുപോലൊന്നും ഉണ്ടാക്കത്തില്ല എന്നറിയാം. എന്നാലും ഞാൻ കാണിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നവരൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് 2 ബ്ലോക്ക് ആക്കിയിട്ട് ഇതുപോലെ ഫുള്ള് സ്ട്രിപ്പ് ചെയ്യണം. അങ്ങനെ ആക്കുമ്പോൾ ജസ്റ്റ് വേറൊരു കളർ കിട്ടും. ഈ കളറാണ് മെറ്റേനൊക്കെ കൂടുതൽ ഓക്കെ ആയിട്ടുള്ളത് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ആൻഡ് അപ്പം നമ്മൾ ഇത്രയും സെറ്റാക്കി. ഇനി നമുക്ക് ബാക്കി എന്താ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സൈഡിലൊക്കെ വാള് സെറ്റാക്കണം. അത് കുറച്ച് ഇതാണ്, ഞാൻ കാണിച്ചു തരാം എന്തായാലും. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്റ്റെയർസാണ്. സ്റ്റെയർസ് ഇതേമാതിരി 2 സൈഡിലായിട്ട് കമത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെസ്റ്റ് വെക്കുക. എന്നിട്ട് 3 ബാക്കിയുള്ള സൈഡിലെല്ലാം അതുപോലെ തന്നെ ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഞാൻ ഈ ചെസ്റ്റൊക്കെ തപ്പി എടുക്കേണ്ട ആ ഒരു ടൈമിൽ തന്നെ ഒരിതായി, സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകേണ്ട ആ ഒരു ടൈമിൽ തന്നെ ഭയങ്കര ഇതായി. അതുകൊണ്ട് ഞാൻ ഇത്രയും പണിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്. സോറി ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു മറ്റേ ഒറിജിനൽ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ആ മെയിൻ വീഡിയോയുടെ ആ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. അപ്പം നമ്മളിനി നമ്മുടെ ഗേറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, കതക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ഫെൻസ് ഗേറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് നടുക്ക 2 സൈഡിൽ വെക്കണം. അപ്പോൾ അത് തുറന്നിട്ട് കഴിഞ്ഞാൽ കോഴികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുമാതിരി നേരെ ചുവ വെക്കുക. അപ്പോൾ അത്ര സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ സെറ്റാക്കാനുണ്ട്. സൈഡിന് വേണ്ടി ഞാൻ സ്പ്രൂസിൻ്റെ ലോഗ് പ്ലാങ്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുമാതിരി വെച്ച് കൊടുത്തു. എന്നിട്ട് നടുക്ക് ഒരു ജനാലയുടെ പോലെ ഫീൽ ആവാൻ ഈ സ്പ്രൂസിൻ്റെ പ്ലാങ്സ് ഗേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ചെടുക്കണം. എത്ര അങ്ങോട്ട് വഴങ്ങുന്നില്ല കേസൊക്കെ. അത് നമ്മളിനി സ്പോർട്സ് ആ ഒരു പ്ലാങ്സ് സൈഡ് ഫുള്ള് വെച്ച് കൊടുക്കണം. ബാക്കി ഇനിയിപ്പോൾ സാധാരണമാതിരി വെച്ച് കൊടുത്താൽ മതി. ചില ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേറെ കളറൊക്കെ ഉള്ളത് വെച്ച് അങ്ങനെ ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ചുമ്മാ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടും വെള്ളിലോട്ടൊക്കെ കയറാനൊക്കെ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത്രയായിരുന്നു നമ്മുടെ മെയിനായിട്ട് പണിയാനുള്ളത്. ഇനി നമുക്ക് ഫുള്ള് ഫെൻസൊക്കെ വെച്ച് ഫുള്ള് അടയ്ക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇനി അടുത്ത പരിപാടി. ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ബിൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഫെൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. അപ്പോൾ ഇതുമാതിരി നമ്മൾ ഫെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതേപോലെ വെക്കണം, ഫുള്ളായിട്ട് ക്ലോസ് ആക്കണം. അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഫുള്ളൊന്ന് അടച്ച് സെറ്റാക്കി കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഈ ഒരു ഇവിടുന്ന് തുടങ്ങിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ ക്ലോസ് ആക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഫെൻസ് തീർന്നുപോയി. അപ്പോൾ വീണ്ടും പോയി മരം വെട്ടി പ്ലാങ്ക് ആക്കി ഫെൻസ് ഉണ്ടാക്കി അങ്ങനെ വേണം ഉണ്ടാക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും ടൈം പോകുന്നത്. പക്ഷേ ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ ഫെൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ബാക്കി പണിയാണ്.
ഇതും കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കാരണം കറക്റ്റായിട്ട് ഒരു നമ്മുടെ മൈൻഡ് അനുസരിച്ച് സെറ്റാക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും സെറ്റാക്കിയിട്ട് വരാം. ഫൈനലി നമ്മുടെ കോഴിക്കോടിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതേമാതിരി കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടോ, വേറെ മറ്റേ മറ്റേ ഡേർട്ടിൻ്റെ തന്നെ മറ്റേ ഈ ബ്ലോക്കൊക്കെ വെച്ചിട്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗായ്സ് വീണ്ടും. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെന്തായാലും അത് സെറ്റാക്കി. അടുത്ത് നമ്മൾ 2 കോഴീനെ ഇവിടെ ഓൾറെഡി പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആ കൂട്ടിൽ കയറ്റാം. അതാണ് നമ്മുടെ അടുത്ത ലാസ്റ്റത്തെ പരിപാടി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേമാതിരി ഈ 2 പേരെയും കൂടി നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊക്കെ ഏകദേശമൊക്കെ രസമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോഴ്സ് ഡേർട്ട് അങ്ങനെ എന്തോ ആണ് ഈ ഡേർട്ടിന് പറയുന്നത്. അതും പിന്നെ വേറെ എന്തൊക്കെയോ വെച്ച് ഞാൻ ഡീറ്റെയിൽ ഒക്കെ ചെയ്തു. അപ്പോൾ ഇവരെ നമുക്കിനി അൺലഷ് ചെയ്യാം. ഓ ഗൈസ്, നേരെ അവർ കൂട്ടി തന്നെയാണ് ചെന്ന് കയറിയത്. ഈ ഒരു കൊള്ളാം കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും തോന്നിയില്ല. ഞാൻ ആ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ സോറി, നമ്മളെന്തായാലും ഇവരെയും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കൂ മാൻ, ഒരു സ്ഥലത്ത് ഓക്കെ. അങ്ങനെ നമ്മൾ അൺലഷ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവരുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സീഡ് കൊടുത്ത് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കണം. എൻ്റെ കയ്യിൽ സീഡ് കുറച്ചേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് സീഡ് എടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ ഞാൻ ഈ ഫെൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർപ്പറ്റ് എടുത്ത് മണ്ടയിൽ വിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പണിയായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ഇതായിട്ട് കാണാത്ത രീതിയിലൊക്കെ വയ്ക്കാം. അപ്പോൾ ഇവരെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഹോപ്പർ വെച്ചതിന് ശേഷം ആ ഹോപ്പറിനകത്ത് നിന്ന് ഈ എഗ്ഗ് ഉണ്ടല്ലോ, അത് നേരെ ഈ ചെസ്റ്റിലേക്ക് വന്നിരിക്കും. ആ ഒരു രീതിയിലാണ് സെറ്റാക്കി. അതൊക്കെ ചുമ്മാ വെച്ചാണ്, എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഹോപ്പർ ഉണ്ടായതുകൊണ്ട് ചെയ്തതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവനെ വലുതാക്കണം. അപ്പം ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവനെ വലുതാക്കാം ഗൈസ്. അങ്ങനെ ഇവനും വലുതായി. പക്ഷേ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഫീഡ് ചെയ്യിപ്പിച്ച് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അല്ല, ചെറിയൊരു ബിൽഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തമ്പനെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.